ഫേമസ് ഗോൾഡൻ ഡയമണ്ട്സ് എന്നും എപ്പോഴും നിങ്ങൾക്കൊപ്പം. കൊപ്പം GN ഫൗണ്ടേഷൻ സെന്ററിന്റെ നേതൃത്വത്തിൽ ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടി അപേക്ഷാ സഹായ സെന്റർ തുറന്നു. മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. സർക്കാർ വഴി ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടിയാണ് കൊപ്പം GN ഫൗണ്ടേഷൻ സെന്ററിൽ അപേക്ഷാ സഹായ സെന്റർ ആരംഭിച്ചിരിക്കുന്നത്. ഹജ്ജ് കമ്മിറ്റി മെമ്പറും പട്ടാമ്പി MLAയുമായ മുഹമ്മദ് മുഹസിൻ ഉദ്ഘാടനം നിർവഹിച്ചു. കുളത്തിങ്ങൽ മൊയ്തീൻകുട്ടി അൽ ഹസനിയുടെ അപേക്ഷ സമർപ്പിച്ചുകൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഹജ്ജ് അപേക്ഷകൾ പൂർണ്ണമായി ഓൺലൈൻ സംവിധാനത്തിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഹെൽപ്പ് ഡെസ്കുകൾ വിവിധ പ്രദേശങ്ങളിൽ ആരംഭിക്കാറുണ്ട്. നമ്മുടെ ഇവിടെ GN ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിലുള്ള ഈ സ്ഥാപനത്തിലാണ് കൊപ്പത്ത് ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കുന്നത്. കഴിഞ്ഞ തവണ, അതായത് 2024 ഹജ്ജ്, കേരളത്തിലെ ഹജ്ജ് കമ്മിറ്റി മുഖാന്തരം ഒരു റെക്കോർഡ് ഉണ്ടാക്കുന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഹജ്ജിന് പോയ സമയമാണ്. അവർക്ക് വേണ്ട അവരുടെ അപേക്ഷ കൊടുക്കുന്നത് മുതൽ ഇവിടുന്ന് കയറ്റി വിടുന്നത് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി നിർവഹിക്കും. അത് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരെ കൂടെ ഒരു വളണ്ടിയർ ഉണ്ടാകും. പക്ഷേ അവിടെയുള്ള താമസവും മറ്റ് സൗകര്യങ്ങളും ഒക്കെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയും കേന്ദ്ര ഗവൺമെൻറ്റും അതോടൊപ്പം തന്നെ സൗദി ഗവൺമെൻറ്റും ചേർന്നുകൊണ്ടാണ് ഒരുക്കുക. അതുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻസും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് ഹജ്ജ് കമ്മിറ്റി, സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി നടത്തുക. അപ്പോൾ ഇവിടുന്ന് പോയി വരുന്നതുമായി ബന്ധപ്പെട്ട ഹജ്ജ് ക്യാമ്പ് അടക്കമുള്ള എല്ലാ കാര്യത്തിലും വളരെ നന്നായി ഭംഗിയായി എല്ലാവരെയും 3 എംബാർക്കേഷൻ പോയിന്റ് വഴി ഭംഗിയായി നമുക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ചെന്ന് അവിടെ താമസവുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രശ്നവും കാര്യമായിട്ടുണ്ടായിട്ടില്ല. 1-2 ടീമുകൾക്കുണ്ടായി എന്ന വാർത്തകളൊക്കെ വരുന്നത് നമ്മൾ കണ്ടു. അത് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനത്തിന് യാതൊരു പങ്കും ഇല്ല എന്നുള്ളതും കൂടി ഞാൻ ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. GN ഫൗണ്ടേഷൻ സെക്രട്ടറി EV അബ്ദുൾ റഹ്മാൻ ഹാജി അധ്യക്ഷനായിരുന്നു. ജില്ലാ ഹജ്ജ് ഓർഗനൈസർ ജാഫർ വിളയൂർ, GN പ്രസിഡന്റ് ഉമർ മദനി, അഡ്വക്കേറ്റ് ഹംസ സക്കാഫി, മൊയ്തീൻകുട്ടി അൽ ഹസനി വിളയൂർ, കുഞ്ഞാപ്പു ഹാജി മുളയങ്കാവ്, യൂസഫ് സക്കാഫി വിളയൂർ, ട്രെയിനർമാരായ മുഹമ്മദ് അലി പട്ടാരത്തിൽ, നൌഷാദ് മാസ്റ്റർ കുലുക്കല്ലൂർ, ടെക്നിക്കൽ അസിസ്റ്റന്റ് ഷുഹൈബ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. 2025 ഹജ്ജിന് അപേക്ഷ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവർ 15/1/2026 വരെ കാലാവധിയുള്ള പാസ്പോർട്ട്, വെള്ളപ്രതലത്തിലുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ബാങ്ക് ബുക്ക് ഓർ ചെക്ക് ലീഫ്, രക്തഗ്രൂപ്പ് തെളിയിക്കുന്ന രേഖ എന്നിവ സഹിതം കൊപ്പം GN സെന്ററിൽ എത്തിയാൽ അപേക്ഷ സമർപ്പിക്കാൻ സഹായിക്കുന്നതാണെന്ന് അധികൃതർ അറിയിച്ചു.